ഞാൻ മാരാമണ്ണ് പോയി എല്ലാം നല്ലോണം ഓർഗനൈസ് ചെയ്ത് പൊടിയൊക്കെ പൊടി പോലും ഇല്ല, കാര്യം എല്ലാ അരമണിക്കൂർ കഴിയുമ്പോൾ വെള്ളം തളിക്കുന്നു. ഭിക്ഷാടനമൊന്നുമില്ല. നേരത്തെ എല്ലാ പടിക്കലും ഇങ്ങനെ കുഷ്ഠരോഗികളിരിക്കത്തില്ല. അപ്പോൾ സഭ ഇപ്പോൾ ഒരു പരിപാടി ചെയ്തു, നമ്മുടെ പന്തലിന് ചുറ്റും അങ്ങോട്ട് കയറുന്നിടം വരെ എല്ലാ ഓർഗനൈസേഷനും സ്റ്റാൾ വെച്ചിട്ടുണ്ട്. ഈ പുറത്തിരിക്കുന്ന ദണ്ടികളെല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സാറേ 10 രൂപ ആറണേ, സാറേ 10 രൂപ ആറണേ. ഭിക്ഷക്കാരുടെ വേഷം മാറിയെന്നേ ഉള്ളൂ, അത് അച്ഛന്മാരുടെ വേഷം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ അവർ യാചിക്കുന്നത്. നാണം കെട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. നമ്മൾ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ സാറേ അച്ഛ, സാറേ 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 എന്ന് വിളിയാ ഭിക്ഷക്കാരെ വിളിക്കുന്നത്. ഭയങ്കര ഒരു നാണം കേടായി പുറത്തു നിന്നൊക്കെ വരുന്നവരെ അത് കാണുമ്പോൾ. അത് പല സ്റ്റോളിൽ ഇരുന്ന് അവർ വിളിക്കുക, ഭയങ്കര കഷ്ടം. മൂല്യച്യുതിയായി സഭയുടെ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ, സത്യം പറയാൻ. ഞാൻ ഇത്രയും നാൾ മാരാമൺ കൺവെൻഷനിൽ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. ഓരോ സ്റ്റോളിൽ നിന്ന് വിളിയാ, സാറേ അച്ഛ ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് പോച്ച. അയ്യോ, സത്യം പറഞ്ഞാൽ നമുക്ക് പന്തല് വരെ പോകാൻ അത് 2 സൈഡിലോട്ട് നമ്മൾ നടുക്കൂടെ പോയാൽ കൈകൊട്ടി വിളിക്കാം. സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് പുറത്തെ ഭിക്ഷാടനം നിർത്തിയിട്ട് ഇപ്പൊ അകത്തോട്ട് ഭിക്ഷാടനമാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ വേഷം മാറിയെന്നേ ഉള്ളൂ. അത് ശരിക്കും ഉണ്ടല്ലോ, ഭിക്ഷാടനം പോലെ നമുക്ക് നടുക്കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങ് വിളിച്ചങ്ങ് കയറ്റിയിരുത്തുക. അവസാനം എന്താ പറയുന്നേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് തരാമോ, ഒരു ക്യാൻസർ രോഗിക്ക് നിങ്ങൾക്ക് ക്യാൻസർ വന്നപ്പോൾ നമ്മളെ അങ്ങ് എന്തോ മെന്റലി അങ്ങ് ഇതാക്കുക. അല്ലാത്ത ചോദ്യമായി പോയത്. അവിടെ എവിടെയെങ്കിലും കംപ്ലൈന്റ് എഴുതിയിടാങ്കിൽ ഇടണമെന്ന് ഞാൻ ഓർത്തു. അവിടെ കളക്ഷൻ എടുക്കാത്ത ഒരൊറ്റ കൗണ്ടറേ ഉള്ളായിരുന്നു, നമ്മുടെ യൂറോപ്പിന്റെ കൗണ്ടർ. അവിടെ ഞങ്ങളൊരു 3-4 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു അപ്പച്ചൻ അതിലേക്ക് ഇങ്ങോട്ട് വന്നേ, ഒരു 500 എഴുതിയേക്ക്. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കളക്ഷൻ മേടിക്കാറില്ല, ഞങ്ങൾ കൊടുക്കാറേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ അവന് നവജീവിതത്തിന്റെ ഒരു അച്ഛൻ അപ്പുറത്തിരുന്ന് ആ അച്ഛൻ പറയാ, ഇവിടെ ആരെങ്കിലും ഇങ്ങനെ അബദ്ധത്തിൽ വരികയാണ് അങ്ങപ്പുറത്തോട്ട് പറഞ്ഞു വിട്ടേക്കണമെന്ന്. അങ്ങനുണ്ട്. തോമസ് വർഗീസ് എന്ന് പറഞ്ഞ ഒരു ഊള താങ്കളോട് സംസാരിച്ച് മാർത്തോമാ സഭയുടെ പിരിവിനെ പറ്റിയും കാര്യങ്ങളും ഒക്കെ അത് വെച്ചിട്ട് താങ്കൾ ഒന്നും അറിയാത്തവനായ പോലെ ഒരു വീഡിയോ ഇട്ടു. വളരെ സങ്കടമുണ്ട് മിസ്റ്റർ സുനിൽ. താങ്കളുടെ വീഡിയോയുടെ സ്ഥിരം ഒരു പ്രേക്ഷകനും ഒരു സബ്സ്ക്രൈബറുമാണ്. താങ്കൾ മാർത്തോമാ സഭയെ പറ്റി ഒന്നും അറിയാതെ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇതാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. താങ്കൾക്ക് മാരാമൺ കൺവെൻഷൻ അറിയത്തില്ലയോ? അല്ലെങ്കിൽ മാർത്തോമാ സഭയെക്കുറിച്ച് അറിയില്ലേ? മാർത്തോമാ സഭ വിദേശത്തു നിന്ന് പൈസ വരുന്ന ഒരു വലിയ സഭയൊന്നുമല്ല. ഓക്കെ, വിശ്വാസികൾ നൽകുന്ന പൈസ കൊണ്ട് അനേകം ജനസേവനങ്ങൾ ചെയ്യുന്ന, സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സഭയാണ് മാർത്തോമാ സഭ. മാർത്തോമാ സഭയെ സ്നേഹിക്കുന്നവർക്ക് ആ സഭയുടെ എല്ലാ കാര്യങ്ങളും ഹൃദയം തൊട്ടറിയുന്നവരാണ്. അല്ലാത്ത തോമസ് വർഗീസിനെ പോലുള്ള ഊളകൾ സംസാരിക്കുന്ന രീതി അല്ല മാർത്തോമാ സഭ. അവിടെ ഇരിക്കുന്ന അച്ഛന്മാർ നിങ്ങൾ പറഞ്ഞല്ലോ, ചെലന്തിവല പോലെ പന്തൽ കെട്ടി ഇങ്ങനെ പിരിക്കുന്നു. അവരുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല പൈസ. അതുകൊണ്ട് അനേക സേവനങ്ങൾ ചെയ്യുന്നു. അതൊക്കെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലേ അതിൻ്റെ ആ സങ്കടം അറിയത്തുള്ളൂ ഈ പറയുന്നതിനെ പറ്റി. ഞാൻ അബുദാബിയിൽ നിന്നാണ്. ഞാൻ ഈ ന്യൂസ് കണ്ടിരുന്നത്, നിങ്ങളുടെ ഒരു ന്യൂസ് കണ്ടിരുന്നു, മാരാമൺ കൺവെൻഷനെ കുറിച്ചുള്ള ഒരു ന്യൂസ് കണ്ടിരുന്നത്. ഞാൻ ആ കോഴഞ്ചേരി ദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കോഴഞ്ചേരി മാർത്തോമാക്കാരൻ തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ന്യൂസുകളുണ്ടല്ലോ, ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു ന്യൂസാണ്. നിങ്ങൾ മാർത്തോമാ സഭയെ തകർക്കാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ പറ, നിങ്ങളത് തുറന്ന് പറ പ്ലീസ്. മാർത്തോമാ സഭ എന്ന് പറഞ്ഞത് ഒരു വ്യത്യസ്ത സഭയാണ്. മറ്റ് കാത്തോലിക്സും ഓർത്തഡോക്സും അല്ലെങ്കിൽ പാത്രിയാർക്കീസും പോലത്തെ ഒരു സഭയല്ല. ഞങ്ങൾ വിളിക്കുന്ന ദൈവത്തെയാണ്. മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് യൂസഫ് ഉണ്ട്, മറിയമുണ്ട്, എല്ലാവരും ഉണ്ട്. വെറുതെ ഓരോ തെമ്മാടിമാർ വന്നിട്ട് മാരാമൺ കൺവെൻഷനിൽ കൂടെ അങ്ങനെ പോയി ഇങ്ങനെ പോയി, അവിടെ പിരിവാണ് ഇവിടെ പിരിവാണ്. ഞാൻ ആ ദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ആരുടെയും കയ്യിൽ നിന്നും ആരുടെയും പോക്കറ്റിൽ നിന്നും ഒരു പൈസ പോലും സുനിലെ പിടിച്ചു പറിക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അവിടെ കൊടുക്കുക. കൊടുക്കുന്ന പൈസയ്ക്ക് റെസിപ്റ്റ് അവർ അപ്പം തന്നെ ഇഷ്യൂ ചെയ്യും. 1 രൂപ കൊടുത്താൽ ആ 1 രൂപയുടെ റെസിപ്റ്റ് അവർ ഇഷ്യൂ ചെയ്യും. അല്ലാതെ ചുമ്മാ പണപ്പിരിവാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് മാർത്തോമാ സഭയെ ഇല്ലാതാക്കല്ലേ പ്ലീസ്. വെറുതെ ആവശ്യമില്ലാത്ത ഇത് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. ഈ മാർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര സഭയായിട്ടാണ് അത് നിൽക്കുന്നത്.
അത് മാരാമൻ കൺവെൻഷനിൽ പിരിവാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇതാക്കി കഴിഞ്ഞുണ്ടല്ലോ, അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഈ പറഞ്ഞ തെണ്ടി വന്നില്ലെങ്കിലും അവിടെ ഒരു കോപ്പ് സംഭവിക്കില്ല. ഇവ മർത്തമക്കാരനല്ല, അവൻ ചുമ്മാതെ പറഞ്ഞത് അവൻ മർത്തമക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ മർത്തമ സഭ എന്താണെന്ന് അവൻ ഏക്കും പൂക്കും അറിയാവുന്ന ഒരു തെണ്ടിയല്ല അത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.